നിലമ്പൂരിൽ അൻവർ ഒരു എക്സ് ഫാക്ടർ അല്ലെന്നാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ന്യൂസ് മലയാളത്തോട് പറഞ്ഞത്. ഇടതുപക്ഷം തോൽവി മനസ്സിലാക്കി മാളത്തിൽ ഒളിച്ചു. ജമാഅത്തെ ഇസ്ലാമി അല്ല തെരഞ്ഞെടുപ്പിലെ ചർച്ചാ വിഷയമെന്നും മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുണ്ടായിരുന്ന തർക്കങ്ങളെല്ലാം പഴം കഥയാണെന്നും PMA സലാം ന്യൂസ് മലയാളത്തോട് ആസിഫ് മുഹമ്മദുമായി സംസാരിച്ചു. അതിലേക്ക്. കനത്ത മഴയിലും വിയർക്കുന്ന ചൂടാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം നമ്മളോടൊപ്പം ചേരുകയാണ്. ഒരു ഫുട്ബോളിൻ്റെ നാടായതുകൊണ്ട് ചോദിക്കുകയാണ്, ഒരു ഏകപക്ഷീയമായ ഗോളുകൾക്കുള്ള വിജയമായിരിക്കുമോ അതോ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക്, നെഞ്ചിരിപ്പ് കൂട്ടുന്ന പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്കായിരിക്കുമോ കാര്യങ്ങൾ? അവിടേക്കൊന്നും എത്തൂല. വളരെ വ്യക്തമാണ്. ഇപ്പം നിലമ്പൂരിലിരിക്കുന്ന ആർക്കും ചിത്രം വളരെ വ്യക്തമായി മനസ്സിലാക്കും. ഇടതുപക്ഷം മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. ഈ മണ്ഡലത്തിലെ ജനവിധി അവർ മനസ്സിലാക്കി കഴിഞ്ഞു. വളരെ ദൂരം മുന്നോട്ട് പോയിട്ടുണ്ട് UDF. നല്ല നിലമ്പൂർ ഇതുവരെ കാണാത്ത മാർജിനിൽ UDF സ്ഥാനാർത്ഥി വിജയിക്കും. അൻവർ ഒരു ഫാക്ടറാണോ? കാരണം കഴിഞ്ഞ ദിവസം അൻവറിൻ്റെ റാലി, അതിൽ വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അത് LDF-നാണെങ്കിലും UDF-നാണെങ്കിലും സഹായിക്കുന്ന ഒരു ഫാക്ടറായി അൻവർ മാറുമോ? ഇവിടെ നിലമ്പൂരിലെ വോട്ടർമാർ രാഷ്ട്രീയ ബോധമുള്ളവരാണ്. ഈ തെരഞ്ഞെടുപ്പ് UDF-ഉം LDF-ഉം തമ്മിലാണ്. വേറൊരു ഫാക്ടറിനും ഇവിടെ അവകാശമില്ല, നിലനിൽപ്പില്ല, സാധ്യതയില്ല. മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുണ്ടായിരുന്ന ആ തർക്കമൊക്കെ ഇവിടെ പഴങ്കഥയാണോ? ഒരിക്കലും മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള തർക്കം ഇടതുപക്ഷത്തിന് ഗുണമായിട്ടില്ല. മാത്രമല്ല, മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ UDF-ലെ ഘടകകക്ഷികൾ തമ്മിൽ ഗൗരവതരമായ തർക്കങ്ങൾ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും ആശയപരമായ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ പറഞ്ഞ് പരിഹരിക്കാൻ കാലാകാലങ്ങളിൽ UDF-ന്റെ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നിലമ്പൂരിൽ ഒരു കാലത്തും UDF-നകത്ത് തർക്കം ഉണ്ടായിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി മൂല്യം നോക്കി പലപ്പോഴും പലർക്കും വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തവണ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത് മാത്രമല്ല പ്രശ്നം. അത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവരുടെ ഒരു പ്രത്യയശാസ്ത്രപരമായ ഒരു ന്യായീകരണം നടത്തി എന്നുള്ളതാണ് അവർ ഒന്നൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അത് രാഷ്ട്രീയമായ അവസരവാദപരമായ നയം. ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ജമാഅത്ത് ഇസ്ലാമിയാണോ? ഈ തെരഞ്ഞെടുപ്പിലെ ചർച്ച വെൽഫെയർ പാർട്ടിയുടെ വോട്ടാണോ? അല്ലല്ലോ. ഇടതുപക്ഷ ഭരണം കൊണ്ട് കഴിഞ്ഞ 10 വർഷമായി കേരളീയ സമൂഹം അനുഭവിക്കുന്ന ദുസ്സഹമായ ജീവിത സാഹചര്യമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഈ ഭരണത്തിൻ്റെ നേട്ടങ്ങളാണ് ഇവിടെ മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും അവരെ പാർട്ടി നേതൃത്വം ചെയ്യേണ്ടത്. അത് പറയാനില്ലാത്തത് കൊണ്ടും അത്തരം വിഷയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ മാറ്റുന്നതിനും വേണ്ടിയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത്. ഞങ്ങൾ അത് അറിയിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയും. മറ്റൊരു അഭിമാന പോരാട്ടമാണ്. സെമി ഫൈനലാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി അതിലേക്ക് സൂചന നൽകുന്ന തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അവസാനഘട്ട ഒരു വിലയിരുത്തൽ എത്രയാണ്? ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഭൂരിപക്ഷത്തെയൊക്കെ മറികടക്കുന്ന റെക്കോർഡ് ഭൂരിപക്ഷം കിട്ടും. ബാക്കി കൃത്യമായ കണക്ക് 23-ാം തീയതി 1 മണിയാകുമ്പോഴേക്ക് ഞാൻ പറയാം. ജമാഅത്തെ ഇസ്ലാമി വിഷയമായിക്കോട്ടെ, ആര്യാടൻ ഷൈഖത്തിന്റെ പാണക്കാട് തങ്ങൾമാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിക്കോട്ടെ, ആ വിഷയങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാവില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് എന്തായാലും ഏറ്റവും അവസാന ഘട്ടത്തിലും UDF-ന്റെ ക്യാമ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ ഷംസുദ്ദീനൊപ്പം ആസിഫ് മുഹമ്മദ്, ന്യൂസ് മലയാളം.